പ്രിയമുള്ളവരെ, നമ്മളെ എല്ലാവരെയും ഏറെ ആശങ്കപ്പെടുത്തുന്നതും ആകുലപ്പെടുത്തുന്നതുമായ വാർത്തകളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. നമ്മളേറെ സ്നേഹിക്കുന്ന, ലോകത്തിന് മുഴുവൻ ഏറെ വേണ്ടപ്പെട്ടവനായ ഫ്രാൻസിസ് പാപ്പ രോഗാവസ്ഥയിലാണെന്നുള്ള വാർത്തയാണ്. അദ്ദേഹം ജിമേലി ഹോസ്പിറ്റലിൽ ഒരാഴ്ചയോളമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ വിശ്രമത്തിലാണ്. എങ്കിലും ഇന്ന് പ്രഭാതത്തിൽ പിതാവിൻ്റെ രോഗത്തിന് കുറവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സന്തോഷകരമായ കാര്യമാണ്. നമ്മളെല്ലാവരും പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവ് എത്രയും വേഗം സുഖം പ്രാപിച്ച് തൻ്റെ ജോലികളെല്ലാം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ ഇടയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റിയുള്ള എൻ്റെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞു തുടങ്ങാൻ നമുക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2013 മാർച്ച് 13 ആണല്ലോ പരിശുദ്ധ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നിട്ട് 19 യേശുപിതാവിൻ്റെ ദിവസമാണ് അദ്ദേഹം സഭയുടെ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ 11 വർഷങ്ങൾ കഴിഞ്ഞു. പരിശുദ്ധ പിതാവിന് 88 വയസ്സായി. അദ്ദേഹം 1936 ജനിക്കുന്നത്, ഡിസംബർ 17. ഇപ്പോൾ 88 വയസ്സിലാണ് അദ്ദേഹം ഉള്ളത്. എങ്കിലും തൻ്റെ വയസ്സും ഇതൊന്നും നോക്കാതെ പരിശുദ്ധ പിതാവ് ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ കൊണ്ടാണ്. എന്നെ പരിശുദ്ധ പിതാവ് സ്വാധീനിച്ച കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ പിതാവിൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷം പിതാവ് സ്വീകരിച്ച ആ പേര് തന്നെയാണ്. അദ്ദേഹം മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത ഉടനെ അദ്ദേഹത്തിന് തൊട്ടടുത്തിരുന്ന മറ്റൊരു കാർഡിനൽ, ബ്രസീലിൽ നിന്നൊറ്റുള്ള കാർഡിനാണെന്ന് തോന്നുന്നു, ഞാൻ പേര് മറന്നുപോയി, അദ്ദേഹം പറഞ്ഞു, ബെർഗോളിയോ, നീ പാവങ്ങളെ മറക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തെ പാവങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ പാവങ്ങളെ ഏറ്റവും സ്നേഹിക്കുകയും ഒരു പൂറായി ദരിദ്രനായി ജീവിച്ച അസീസിയിലെ ഫ്രാൻസിസിന് ഓർമ്മ വന്നു. അങ്ങനെയാണല്ലോ മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷകരമായി ആവേശം നൽകുന്ന ഒരു ചിന്തയായിരുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിച്ച് ദരിദ്രനും ക്രൂശിതനും അവഹേളിക്കപ്പെട്ടവനുമായ ഈശോയെ ഉൾക്കൊണ്ട ഫ്രാൻസിസിനെ പോലെ തന്നെ പേര് സ്വീകരിച്ചല്ലെന്നോർത്താണ്. പരിശുദ്ധ പിതാവിൽ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്, ആ പാവപ്പെട്ട മനുഷ്യരോടുള്ള സ്നേഹമാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതയുള്ള മനുഷ്യർ എന്ന് വെച്ചാൽ അസുഖങ്ങൾ കൊണ്ടോ അംഗവൈകല്യങ്ങൾ കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടാൽ പിതാവ് യാത്രക്കിടയ്ക്കായാലും ഓഡിയൻസിനിടയ്ക്കായാലും അവരെ ശ്രദ്ധിക്കുന്നതും അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നതും അവരെ വിളിച്ചു വരുന്നതുമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നമുക്കൊക്കെ ഏറെ പ്രചോദനം നൽകുന്നതും അപ്രകാരം പ്രവർത്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ പാപങ്ങളോടുള്ള പ്രതിബദ്ധത അത് ലോകം മുഴുവൻ ആദരിക്കുന്നുണ്ടെന്നുള്ള ഒരു സംശയവും നമുക്ക് വേണ്ട കാര്യത്തിൽ. മറ്റൊരു കാര്യം അതിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന കാര്യം ഇതാണ്, പരിശുദ്ധ പിതാവിൻ്റെ ലാളിത്യമാണ്. നമുക്കറിയാം, പരിശുദ്ധ പിതാവ് വരുന്നവരെ എല്ലാ മാർപ്പാപ്പന്മാരും വത്തിക്കാനിലെ പാലസിലാണ് ജീവിച്ചിരുന്നത്. വത്തിക്കാൻ പാലസ് വളരെ ബൃഹത്തായ ഒരു കെട്ടിടമാണ്. അത് ആവശ്യമാണ്, കാരണം അവിടെ ആയിരക്കണക്കിന് മനുഷ്യർ വരുന്നു മാർപ്പാപ്പയോട് സംസാരിക്കാൻ, കാണാനായിട്ട്. രാഷ്ട്ര തലവന്മാരും വലിയ പലതരത്തിലുള്ള നേതാക്കന്മാരെല്ലാം വരുമ്പോൾ സൗകര്യപ്രദമായ സ്ഥലത്ത് വരിക, കാണുക. പക്ഷേ പരിശുദ്ധ പിതാവ് എന്തുകൊണ്ടാണ് ആ പാലസ് തൻ്റെ അനുദിന വാസത്തിനുള്ള സ്ഥലമായിട്ട് ഉപയോഗിക്കാതെ താഴെ പത്രോസിൻ്റെ ദേവാലയത്തോട് ചേർന്ന് തന്നെയുള്ള സാന്ത മാതൃ ഭവനത്തിലേക്ക് വരാൻ കാരണം അത് അദ്ദേഹത്തിൻ്റെ അതാണ്. ആ സൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് താഴേക്ക് വരുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്ത് എനിക്ക് ജനങ്ങളെ കാണണം എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പം സാന്ത മാതൃയിൽ വരുന്നതാണ്. അത് കുറച്ചുകൂടി അടുത്താണ്. പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ആ ഒരു വലിയ മനസ്സുകൂടി നമുക്ക് പരിശുദ്ധ പിതാവിൽ കാണാൻ കഴിയും. ആഡംബരങ്ങളും കാര്യങ്ങളൊക്കെ തൽക്ക വേണ്ടെന്ന് വെച്ച് താഴേക്ക് ഇറങ്ങി വരിക, മനുഷ്യരോടൊപ്പം ആയിരിക്കാനുള്ള ഇത് രണ്ടും പരിശുദ്ധ പിതാവിൽ ചിന്തിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആദ്യമേ വരുന്ന കാര്യമാണ്. ഇനി പരിശുദ്ധ പിതാവുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ എൻ്റെ ബന്ധങ്ങളൊക്കെ വളരെ പരിമിതമാണ്. നമ്മളുടെ കാര്യം തുറന്ന് പറയേണ്ടത്. കാരണം നമ്മളൊക്കെ ഞാൻ തലശ്ശേരിയിൽ ആർച്ച് ബിഷപ്പായി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവിനെ കാണണം, നന്ദി പറയണം, ഒന്ന് പ്രാർത്ഥിക്കണം, ഒരു അനുഗ്രഹമാണെന്ന ചിന്ത എനിക്കുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ പിതാവ് അങ്ങനെ വ്യക്തിപരമായ സന്ദർശനത്തിന് അനുവാദം കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷെ എന്തായാലും എനിക്ക് പ്രേരണ തോന്നി. ഞാനത് ഇന്ത്യയിലെ മാർപ്പാപ്പയുടെ പ്രതിനിധിയായ നുൻഷ്യോയ്ക്ക് അക്കാലത്ത് കത്തയച്ചു. എനിക്കിതിനെ റോമിൽ പോയി പരിശുദ്ധ പിതാവിനെ ഒന്ന് കാണണം താല്പര്യമുണ്ട്. അദ്ദേഹം അങ്ങനെ പ്രത്യേക ഒരു അനുവാദം എനിക്ക് റോമിൽ നിന്ന് വാങ്ങി തന്നു.
ഞാനിപ്പോൾ ഡേറ്റ് കൃത്യം ഓർക്കുന്നില്ല, എന്നാലും എൻ്റെ ചിന്ത അനുസരിച്ച് 2015-16 കാലഘട്ടത്തിലാണ്. അതിന് പ്രകാരം ഞാൻ പരിശുദ്ധപിതാവിനെ കാണാനായിട്ട് റോമിൽ പോയി. മറ്റു ചില ആവശ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് രാവിലെ സാന്ത മാദ്രയിലെ പിതാവിൻ്റെ പ്രൈവറ്റ് കപ്പേളയിൽ പിതാവിനോടൊപ്പം ബലിയിൽ പങ്കുചേരാൻ ഒരവസരം കിട്ടി. കോൺസലബ്രൻ്റായിട്ട്, പക്ഷേ കൂടെ നിൽക്കുകയല്ലേ, ഇത് തൊട്ട് ഏറ്റവും ആദ്യത്തെ ആ സീറ്റിൽ നമുക്ക് സ്ഥലം കിട്ടി. അങ്ങനെ അതൊരു വലിയൊരു അനുഭവമായിരുന്നു, പരിശുദ്ധപിതാവിനോടൊപ്പം ബലിയിൽ പങ്കുചേരാൻ. പിതാവ് ബലി അർപ്പിക്കാൻ വരുന്നത് അവിടെ നേരത്തെ വന്നു, അവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഒരു സാധാരണ വൈദികൻ വരുന്നത് പോലെ തന്നെയാണ് അവിടെ വന്നിരുന്നത്. ആ ബലി അർപ്പണമായാലും വളരെ ലളിതമായൊരു ബലിയർപ്പണം, വളരെ ഹൃദയസ്പർശിയായൊരു ഹോമിലി, അതൊക്കെയാണ് മാർപ്പാപ്പ അന്ന് ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ടായിരുന്നു പരിശുദ്ധപിതാവിൻ്റെ ഇടപെടലും ആളുകളോട് സംസാരം. അന്ന് ഏതാണ്ട് 10-30ഓളം ആളുകൾ ആ ബലി പങ്കെടുക്കാനുണ്ടായിരുന്നു. പലതരത്തിലുള്ള ആൾക്കാർ, പല രാജ്യങ്ങൾക്ക് വരുന്നവർക്ക് കൊടുക്കുന്ന അനുവാദം അനുസരിച്ച് വരുന്നത്. പിതാവ് അന്നത്തെ കാലത്ത് റോമിലെ മെത്രാൻ കൂടിയാണല്ലോ പരിശുദ്ധ പിതാവ്. അപ്പോൾ തൻ്റെ കീഴിലുള്ള ഇടവകളിൽ നിന്ന് കുറച്ച് പേരെ ഓരോ ദിവസം കുർബാനയ്ക്ക് വിളിക്കും, അവരുമായിട്ട് പരിചയപ്പെടാൻ, പിന്നെ ഇങ്ങനെ ചോദിച്ചു തരുന്ന പ്രത്യേക ആൾക്കാരും. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെ ഇപ്പോൾ കുർബാന കഴിഞ്ഞു. അത് കഴിഞ്ഞ് പരിശുദ്ധ പിതാവ് ചാപ്പലിൻ്റെ പുറത്തിറങ്ങി അവിടെ ഒരു വരാന്തയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് ലൈനായിട്ട് ചെന്ന് ഇങ്ങനെ പരിശുദ്ധ പിതാവിനെ കാണാനുള്ള അവസരമുള്ളത്. അപ്പോൾ ഞാനൊരു ആർച്ച് ബിഷപ്പ് ആയിരുന്നുകൊണ്ട് എനിക്കതിന് 1-2 പേര് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ഥാനം കിട്ടി. ഞാൻ പരിശുദ്ധ പിതാവിൻ്റെ അടുക്കൽ ചെന്നു. എൻ്റെ കയ്യിലുണ്ടെന്ന് കുറച്ച് കൊന്ത, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിച്ചു. ഒപ്പം ഞാൻ പരിശുദ്ധ പിതാവിന് കൊടുക്കുവാനായിട്ട് നമ്മുടെ ഒറ്റപ്ലാക്കൽ മനോജച്ചൻ എനിക്ക് വരച്ചു തന്നൊരു ചിത്രം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കിടന്നുറങ്ങുന്ന യേശുപിതാവിൻ്റെ ചിത്രമായിരുന്നു. കാരണം പരിശുദ്ധാവിന് കിടന്നുറങ്ങുന്ന ആ യേശുവിൻ്റെ ചിത്രത്തോട് താല്പര്യമുണ്ടെന്നും അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഓഫീസ് റൂമിലെ മേശയിൽ ഇരിപ്പുണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ അച്ഛൻ്റെ സ്നേഹത്തോടെ അവസരത്തിൽ ഓർക്കുകയാണ്. അച്ഛനത് മണ്ണിൽ ചെളിയുണ്ടാക്കി അതുകൊണ്ട് പ്രത്യേകമായ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ശില്പമായിരുന്നു. അത് പിന്നെ അത് ഫ്രെയിമൊക്കെ ചെയ്ത് എനിക്ക് തന്നു അച്ഛൻ മനോഹരമായിട്ട് പരിസ്ഥിതിന് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് കൊടുത്തപ്പോൾ ഇത് നിർമ്മിച്ച അച്ഛനെ പറ്റിയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിസ്ഥിതി പിതാവ് മനോഹരന് ആശംസകൾ നേർന്നതും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതും അത് സന്തോഷത്തോടെ സ്വീകരിക്കുക മാത്രമല്ല, തൊട്ടടുത്തുണ്ടായിരുന്ന സെക്രട്ടറിയോട് പറഞ്ഞു ഇതെൻ്റെ ഓഫീസ് റൂമിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞു. കാരണം അത് ആ രൂപത്തോടുള്ള താല്പര്യം കൊണ്ടാണ് ഇതെൻ്റെ ഓഫീസ് റൂമിൽ വളരെ സിമ്പിളായിട്ട്. പിന്നെ കുറച്ച് നേരം വർത്തമാനമുണ്ട്, ഒത്തിരി പേരുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ ദീർഘനേരം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും വർത്തമാനം പറയാൻ പറ്റിയില്ല. എന്നാലും ചെന്ന വിവരം പറഞ്ഞു, രൂപതയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആശീർവാദം വാങ്ങിച്ചു. അപ്പോൾ ഇത് അവർ ആശീർവാദമൊക്കെ തന്ന് എന്നെ വിടുകയുണ്ടായി. അതാണ് പരിശുദ്ധ പിതാവിനെ ആദ്യമേ കാണുന്ന അവസരം എന്ന് പറയാൻ സാധിക്കും. പിന്നീട് പരിശുദ്ധ പിതാവിനെ കാണുന്നത് ഞാൻ വർഷം ഓർക്കുന്നില്ല, എന്നാലും 2021 അന്ന് സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരെ എല്ലാം പരിശുദ്ധ പിതാവ് റോമിലേക്ക് ക്ഷണിച്ചിരുന്നു. അതിന് ആദ്യമേ വിസിറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, 5 വർഷത്തിലൊരിക്കൽ പരിശുദ്ധ പിതാവ് ലോകത്തിലുള്ള എല്ലാ ബിഷപ്സിനെയും കാണാനായിട്ട് വിളിക്കും. 5 വർഷം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക, മാറി മാറി വരും. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ബിഷപ്സിനെ കാണുന്നൊരു വർഷമായിരുന്നു. അന്ന് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സീറോ മലബാർ ബിഷപ്സിനെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് മാർപ്പാപ്പ കാണുവാൻ ക്ഷണിച്ചത്. അപ്പോൾ മാർപ്പാപ്പയായിട്ട് 1-2 വട്ടങ്ങൾ ഒരുമിച്ച് കണ്ടു. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് മാർപ്പാപ്പയുമായിട്ട് സംസാരിക്കുന്ന ഒരവസരം ഉണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ നേരത്തോളം ഞങ്ങളൊക്കെ ഒരു ഹോളിൽ പോയി ഇങ്ങനെ ഇരുന്നു. പരിശുദ്ധ പിതാവ് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വന്നു. എല്ലാവരും എഴുന്നേറ്റ് പിതാവിനെ സ്വീകരിച്ചു. പിതാവ് നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിതാവിൻ്റെ കസേര ഇച്ചിരി ദൂരെയായിരുന്നു. അപ്പോൾ പിതാവ് പറയും ഞാൻ ഇത്ര ദൂരെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങോട്ട് അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് തന്നെ കസേര എടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പിതാക്കന്മാർ ആരോ ചെന്ന് പെട്ടെന്ന് എടുത്ത് കസേര അടുപ്പിച്ചിരുന്നു. അപ്പോൾ എന്നിട്ട് പിതാവ് നമ്മുടെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഒരു പരിശുദ്ധ പിതാവ് ഒരു പക്ഷേ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് സംസാരിച്ച് നമുക്ക് തോന്നിപ്പോകും. എല്ലാം തുറന്നങ്ങ് പറയുമായിരുന്നു. നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി വളരെ മനോഹരമായിട്ട് പിതാവ് പറഞ്ഞു. ഞാൻ ആലോചിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയല്ല, തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ അത് ഞാൻ ചെയ്യാം, ഇന്നതുപോലെയാണ് എന്നൊക്കെ തുറന്ന് സംസാരിക്കുന്നു. കൂട്ടത്തിലെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു പിതാവ് അവസാനം ചോദിച്ചു, നിങ്ങൾക്കെല്ലാം ചോദിക്കാറുണ്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ തിരിച്ച് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ആളുകൾക്ക് ഞങ്ങൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ള പിതാവ് എന്തെങ്കിലും പറയുമോ? അപ്പോൾ പിതാവ് തമാശ രൂപേണ പറഞ്ഞു, ഇത്രയും നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ആ ഉപദേശങ്ങളാണല്ലോ, അത് തന്നെ നിങ്ങൾ ആളുകളോട് പറഞ്ഞാലും മതി. എങ്കിലും ബിഷപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ഒരു 3-4 കാര്യങ്ങൾ. എന്നിട്ട് പിതാവ് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ വേണമെന്നാണ് പറഞ്ഞത്. റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞ്
നമുക്കറിയാം നമ്മുടെ ജീവിതത്തെ ഊഷ്മളമാക്കി നിർത്തുന്നത് നല്ല മനുഷ്യബന്ധങ്ങളാണ്. പിതാവ് പറഞ്ഞു നമുക്ക് നല്ല ബന്ധങ്ങൾ വേണം. ഒന്നാമത് നമുക്ക് ദൈവത്തോട് നല്ലൊരു ബന്ധമാണ് വേണ്ടത്, നിരന്തരം ദൈവമായിട്ടുള്ളൊരു ബന്ധം. അതാണല്ലോ നമ്മുടെ ശക്തി. അത് പ്രാർത്ഥനയുടെയോ ബലിയർപ്പണത്തെയോ എങ്ങനെയൊക്കെ ആകട്ടെ. രണ്ടാമതായിട്ട് പറഞ്ഞത് നിങ്ങൾ അധികാരികളോട് നല്ല ബന്ധങ്ങൾ വേണം. അധികാരികളുമായിട്ട് നല്ല സ്നേഹബന്ധം. അതൊരു പേടിയുടെയോ ഭയത്തിൻ്റെയോ ഒന്നുമല്ല, സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ബന്ധം അധികാരികളായിട്ട്. അധികാരികൾക്ക് അവരുടേതായ വിഷമവും പ്രയാസമൊക്കെ ഉണ്ടതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല ബന്ധം, ഒരു അനുസരണത്തിൻ്റെ ബന്ധം വേണം. കാരണം മാർപ്പാപ്പയ്ക്ക് അറിയായിരുന്നു കാലം ചെല്ലുന്തോറും അനുസരണമൊക്കെ ഇങ്ങനെ വിഷമം പിടിച്ച ഒരു കാര്യം ഇട്ട് വരികയാണല്ലോ. അപ്പോൾ അധികാരികളുമായിട്ടുള്ള നല്ല ബന്ധം. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ നല്ല ബന്ധം വേണമെന്ന് പറഞ്ഞു. പിതാവ് അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കിവിടെ 3 റീത്തുകളുണ്ട്. കത്തോലിക്ക സഭയിൽ 3 വ്യത്യസ്ത സഭകൾ, 175ഓളം രൂപതകളുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിലും ആ ഒരു നല്ല ബന്ധം വേണമെന്ന കാര്യം പിതാവ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ആ 2017-18 കാലഘട്ടങ്ങളിലേക്കാണ് നമുക്ക് നമ്മുടെ സിറോ മലബാർ സഭയ്ക്ക് ഭാരതം മുഴുവനുള്ള ജുറിസ്ഡിക്ഷൻ കിട്ടിയത്, ഭരണാധികാരം കിട്ടിയത്. ഷംസാബാദ് രൂപത ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതൊക്കെ ആ ഘട്ടത്തിലാണ്. അപ്പോൾ അതിനോടുകൂടി നമുക്ക് ഭാരതം മുഴുവൻ പോയി പ്രേക്ഷിതമാരെ ചെയ്യാനും സുവിശേഷം പ്രസംഗിക്കാനുള്ള അനുവാദം പരിശുദ്ധ തന്നു. ധീരമായി തന്നൊരു സ്റ്റെപ്പാണത്. അത് വലിയൊരു കാര്യമാണ്, എടുത്തു പറയേണ്ടതാണ്. ഒത്തിരി എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ട് അങ്ങനെ തീരുമാനം പിതാവ് എടുത്തു. ഇന്ത്യയിലെ എല്ലാ ബിഷപ്സിനും എഴുതി, ലത്തീൻ ബിഷപ്സിനും മലങ്കര ബിഷപ്സിനും ഒക്കെ കത്തുകൾ എഴുതി. അപ്പോൾ പിതാവ് പറഞ്ഞു എല്ലാവരോടും നല്ല സ്നേഹബന്ധം വേണമെന്ന് പറഞ്ഞു. എല്ലാ പിതാക്കന്മാരും നിങ്ങൾ തമ്മിൽ കാരണം നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിലൂടെയാണല്ലോ നമ്മൾ ഈശോയുടെ ശിഷ്യരാണെന്ന് ലോകം അറിയുന്നത്. 4മതായിട്ട് അദ്ദേഹം പറഞ്ഞു പ്രകൃതിയോടും നല്ല ബന്ധം വേണം. നമ്മൾ ജീവിക്കുന്ന പ്രകൃതി അത് നമ്മുടെ അമ്മയാണ്. ഈ അവസരത്തിൽ നമ്മുടെ പിതാവിൻ്റെ ഒരു ചാക്രിക ലേഖനമാണല്ലോ ലൗദാത്തോ സി, അങ്ങേക്ക് സ്തുതി എന്ന് പറഞ്ഞ അത്. അപ്പോൾ ആ പരിശുദ്ധ നമുക്ക് പ്രകൃതിയോട് സ്നേഹം വേണം. അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ വളരെ ഹോമിലിയായിട്ട് ഒരു കുടുംബ അന്തരീക്ഷത്തിൽ എന്നോണം പരിശുദ്ധപിതാവ് സംസാരിച്ചവർക്കാണ്, വളരെ ലളിതമായിട്ട്. ഇതാണ് എടുത്തു പറയാവുന്നൊരു കാര്യങ്ങൾ. പിന്നെ പരിശുദ്ധപിതാവ് വളരെ ധീരമായ സ്റ്റെപ്പുകൾ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. നമുക്കറിയാം റോമൻ കൂരിയ അല്ലെങ്കിൽ റോമൻ ഭരണം അതൊക്കെ നൂറ്റാണ്ടുകളായിട്ടൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ പോരുന്നതാണ്. അതിൻ്റേതായ പാരമ്പര്യങ്ങളുണ്ട്, രീതികളുണ്ട്. പെട്ടെന്ന് അതിന് മാറ്റം വരുത്താൻ പറ്റിയില്ല. അവിടെ നന്മയുമുണ്ട്, കുറവുകളൊക്കെ ഉണ്ടാകും, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പിതാവ് അതൊന്ന് മാറ്റം വരുത്തണം, റോമൻ കുരിയായ കാലത്തിനനുസൃതമായിട്ട് മാറ്റണം, നവീകരിക്കണം എന്ന ചിന്തയുണ്ടായിരുന്നു. പണ്ട് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം, ജോൺ 21 മാർപ്പാപ്പയാണ് 2ാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടിയത്. 1958-ലാണ്, 62-ലാണ് കൗൺസിൽ തുടങ്ങുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? പുതിയ കാലത്തിനനുസൃതമായിട്ട് സഭയുടെ ജനലുകളും വാതിലുകളൊക്കെ തുറന്നിടാൻ നമുക്ക് കാറ്റും വെളിച്ചവും കടന്നു വരട്ടെ, പരിശുദ്ധാത്മാ സഭയെ നവീകരിക്കട്ടെ എന്ന ലക്ഷ്യത്തോട് ചെയ്തു പറഞ്ഞ പോലെ പരിശുദ്ധ റോമൻ കൂരിയെ നവീകരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് അദ്ദേഹം നിയോഗിച്ച ഒരു പ്രത്യേക കുറേ കർദിനാൾമാരുടെ സംഘം ഉണ്ടായിരുന്നു. നമ്മുടെ ഭാരതത്തിനുള്ള മുംബൈയിലെ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ഓസ്വാൾ ഗ്രേഷ്യസ് അംഗമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ഒരു അംഗമായിരുന്നു. അപ്പോൾ അങ്ങനെ റോമൻ കൂരിയെ നവീകരിക്കാനുള്ള ധീരമായ നടപടിക്രമങ്ങൾ പരിശുദ്ധ തുടങ്ങിയത്. അപ്പോൾ പാവങ്ങളോടുള്ള സ്നേഹവും ലളിതമായ ജീവിതമൊക്കെ ഉള്ളപ്പോഴും ആ നവീകരണത്തിനുള്ളൊരു ശക്തി തൻ്റെ ഇടം അദ്ദേഹത്തിനുണ്ട്. എന്ന് വെച്ചാൽ നല്ല ധീരമായ സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് പോകാനും പരിശുദ്ധാന് സാധിക്കും. അതിങ്ങനെ പടിപടിയായിട്ട് ഒത്തിരി മാറ്റങ്ങളൊക്കെ സഭയിൽ കൊണ്ടുവരികയുണ്ടായല്ലോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വേദനിക്കുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന സമൂഹം ഒരുപക്ഷെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഒത്തിരി സ്നേഹം കാണിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ജനറൽ ഓഡിയൻസിൻ്റെ അവസരം ബുധനാഴ്ച അതേ ഇങ്ങനെ വാഹനത്തിലാണല്ലോ സാറിന് പോകുമ്പോഴാണല്ലോ മുഖമെല്ലാം വികൃതമായ രീതിയിലുള്ള കുറേ മുഴകളും ഒക്കെ ആയിട്ട് ഒരു വികൃതമായ രൂപം നമുക്കങ്ങനെ തോന്നും. പെട്ടെന്ന് ഒരു മനുഷ്യനാണ് നിൽക്കുന്നത് കണ്ടു. പരിശുദ്ധപിതാവ് അവൻ്റെ പക്കലേക്ക് ചെന്നു, അവനോട് സംസാരിച്ചു, അവനെ വാരി പുണർന്ന് ചുംബിക്കുന്നത് കണ്ടു. നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്തത് അസീസിയിലെ ഫ്രാൻസിസ് ഒരിക്കലും ഒരു കുഷ്ഠരോഗിയെ വാരിപ്പുണർന്ന് ചുംബിച്ച കാര്യം പറയും. ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും പ്രേരിപ്പിച്ചത് അതായിരിക്കാം ചിന്തിക്കാൻ. എന്നാലും അങ്ങനെ ഒരുപക്ഷെ മറ്റാരും ഇവൻ അടുത്ത് വരരുത് അല്ലെങ്കിൽ മാറി നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരോടുള്ള ഒരു വലിയ അടുപ്പം പരിശുദ്ധപിതാവിനുണ്ട്. കുഞ്ഞുങ്ങൾ പരിശുദ്ധപിതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് കയറി വരും നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും.
പിതാവിൻ്റെ കസേരയിൽ കയറിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിതാവിൻ്റെ തലയിൽ വയ്ക്കുന്ന തൊപ്പി എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ പിതാവ് അവിടെ ഒന്നും അരിശപ്പെടാതെ ദേഷ്യപ്പെടാതെ അതിനൊക്കെ ഒരു സമഭാവനയോടെ വളരെ തന്മയത്വത്തോട് പുഞ്ചിരിയോട് സ്വീകരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങൾക്കായാലും അത് കാണുന്നവർക്കൊക്കെ ഒരു സമാധാനമാണ്. പിതാവ് അങ്ങനെ സ്നേഹത്തോട് ഇടപെടുന്ന ആ കാര്യമാണ്. അത് അവിടെ മാത്രം എല്ലാ രംഗങ്ങളിലും പിതാവ് അങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒത്തിരിയേറെ ഉദാഹരണങ്ങളുണ്ട്. ഈ അടുത്ത കാലങ്ങളായിട്ട് പിതാവ് റോമിൽ പോകുമ്പോൾ ഒരു പട്ടി കുഞ്ഞിൻ്റെ ഒച്ച എവിടുന്നോ കേട്ടിട്ട് പിതാവ് പ്രത്യേകം അതിനെ ശ്രദ്ധിച്ചു, അതിനെ കണ്ടുപിടിച്ചു. എന്നിട്ട് വത്തിക്കാൻ്റെ ഉദ്യോഗസ്ഥരെ പോലീസുകാരുടെ പറഞ്ഞ് അതിനെ എടുത്ത് അതിനെ നോക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ശ്രദ്ധ കരുതൽ പിതാവിൻ്റെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നുള്ളതാണ്. അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം വളരെ കർശനക്കാരനാണ്. തെറ്റ് ചെയ്യുന്നവരെ അദ്ദേഹം ശിക്ഷിക്കുന്നതിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല. പല വൈദികരെയും പൗരോഹിത്യത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അദ്ദേഹം തെറ്റുകൾ കണ്ടപ്പോഴൊക്കെ. അതോടൊപ്പം തന്നെ പിതാക്കന്മാർ ബിഷപ്സിനെ പോലും മാറ്റിയിട്ടുണ്ട്. കർദിനാളിനെ പോലും വെറുതെ ഒരു അൽമാനാക്കി മാറ്റിയിട്ടുണ്ട് തെറ്റുകൾ കാണുമ്പോൾ. അതൊക്കെ അത്രയും വേണമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുമായിരുന്നെങ്കിലും തെറ്റ് ചെയ്യുന്നവരോട് മാനുഷികമായ സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴും അതിന് തെറ്റാണെന്ന് പറയാനുള്ള ആ ആർജവത്വം പരിശുദ്ധാത്മാവിന് വളരെ ശക്തമായിട്ടുണ്ടെന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഹി വാസ് എ സ്ട്രിക്റ്റ് റൂളറായിരുന്നു ഒരു പേർക്ക് പറയുകയാണെങ്കിൽ പല കാര്യങ്ങളിലും. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു കാലഘട്ടങ്ങളിൽ സഭയിൽ വൈദികർക്കൊക്കെ എതിരായിട്ടുള്ള ഈ പീഡോഫീലിയ കേസും പോക്സോ കേസുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഭരണമേറ്റത് അതൊക്കെ ധീരമായിട്ട് നേരിടാനും അതിനൊക്കെ പ്രതിവിധി കണ്ടെത്താനും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ അതിശയിപ്പിക്കും. പിതാവിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നമുക്കെല്ലാം അറിയാം, വീൽ ചെയറിലാണ് അദ്ദേഹം പോകുന്നത്. എന്നാലും അദ്ദേഹം പല യാത്രകളും നടത്തുന്നുണ്ട്. കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, ഒരിക്കൽ പോലും പോകാത്ത പല രാജ്യങ്ങളിലേക്കും അദ്ദേഹം യാത്രകൾ ചെല്ലുന്നു. അത് ചിലപ്പോൾ മുസ്ലിം രാജ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ആഫ്രിക്കൻ കൺട്രികളായിരിക്കാം, ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളാകാം, സഭയെ എതിർക്കുന്നവരുടെ വെക്കലേക്കാകാം, വെല്ലുവിളിക്കുന്നവരുടെ വെക്കലേക്കാകാം, ടെററിസ്റ്റ് ഉള്ള സ്ഥലങ്ങളിലേക്കാകാം. കാരണം പിതാവ് അങ്ങനെ എല്ലായിടത്തൊക്കെ പോയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പിതാവിൻ്റെ ജീവിതത്തിനെതിരായിട്ട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്, ആക്രമണ ഉദ്യമങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നാലും ധൈര്യമായിട്ട് തൻ്റെ ആരോഗ്യത്തെ പരിഗണിക്കാതെ യാത്ര ചെയ്ത് ഈശോയുടെ വലിയ ഒരു അപ്പസ്തോലനാണ് താൻ എന്ന ആ ഒരു ദൗത്യം. പിതാവ് UAE പോയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. UAE പോയ സന്ദർശനം, അവിടെ ചെന്ന് അമീനെയൊക്കെ കണ്ടത്, സംസാരിച്ചത്, അത് വലിയ ലോകപ്രസിദ്ധമായി തീർന്നു. അവർ രണ്ടുപേരും കൂടിയുള്ള ഇറക്കിയ പ്രസ്താവനയൊക്കെ മതസൗഹാർദ്ദത്തിനും അതോടൊപ്പം വിവിധ മതങ്ങളിൽ നിന്നുള്ള സംവാദത്തിനും കൂടിച്ചേരലൊക്കെ ഒത്തിരി ഒത്തിരി പ്രചോദനങ്ങൾ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ലോകം വളരെയേറെ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ പിതാവിൻ്റേത്. പലപ്പോഴും സർവേകൾ കാണിക്കാം, ജനാഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന പരിശുദ്ധ പിതാവെന്ന് കഴിയും. അടുത്ത കാലങ്ങളിൽ പിതാവ് നമുക്കറിയാം, നമ്മുടെ സഭയിലൊക്കെ നമ്മളെല്ലാവർക്കും തുല്യസ്ഥാനം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സ്ത്രീകൾക്കും ബലഹീനരായ മനുഷ്യർക്കും പാവപ്പെട്ടവർക്കും. പക്ഷേ പ്രായോഗികമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച് പോവുകയാണെങ്കിൽ പരിശുദ്ധ പിതാവ് അത് നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടുപഠിക്കേണ്ട കാര്യമാണ്. ഈ അടുത്ത നാളുകളിൽ പരിശുദ്ധ പിതാവ് ഒരു തിരുസിംഹാസനത്തിൻ്റെ അധിപതിയായിട്ടൊരു സ്ത്രീയാണ് നിയമിച്ചിരിക്കുന്നത്. ഒരിക്കലും നടക്കാത്ത കാര്യം ആദ്യമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അടുത്ത നാൾ വേറെ ആളെ ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, സ്ത്രീകൾക്കും സഭയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കടന്നു വരാൻ അവകാശമുണ്ട്, അവരെ നമ്മൾ അങ്ങോട്ട് വെക്കണം, അവർക്കും വളരെ കാര്യങ്ങളൊക്കെ ഭംഗിയടിച്ചാൻ സാധിക്കും. അങ്ങനെ കുറേ പേരെ പരിശുദ്ധ പിതാവ് നിയമിച്ചിട്ടുണ്ട്. ശരിയാണ്, പരിശുദ്ധ പിതാവ് സ്ത്രീകൾക്കുള്ള പൗരോഹിത്യത്തെപ്പറ്റി ഇപ്പോഴും പുതിയ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അദ്ദേഹം നാളിതുവരെയും അനുകൂലമായൊരു നടപടി എടുത്തിട്ടില്ല. പക്ഷേ സ്ത്രീകൾക്കും അവരുടേതായ വിളി അനുസരിച്ച് കൊടുക്കേണ്ട സ്ഥാനവും പ്രാതിനിധ്യവും കൊടുക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വത്തിക്കാൻ്റെ നടപടിക്രമങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നമുക്ക് കാണാവുന്ന കാര്യങ്ങൾ. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ആ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് തെറ്റ് ചെയ്യുന്ന മനുഷ്യർ. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ സ്വവർഗവാദികളുണ്ട്. ഒരേ വർഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ള വിവാഹം നടത്തണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരാളുകൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. പിതാവ് അവരോട് എന്ത് നടപടിക്രമങ്ങളാണ് എടുത്തത്? അവരോടുള്ള സമീപനം എന്തായിരുന്നു? പിതാവ് അതിനെ അനുകൂലിച്ചിട്ടില്ല. അത് നമ്മൾ തെറ്റിദ്ധരിക്കായിരുന്നു. പിതാവ് സ്വവർഗ അനുരാഗത്തിന് അനുകൂലമാണ്, അവരെ കല്യാണം കഴിക്കാൻ അനുവദിച്ചു എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. അത് ശരിയല്ല. പക്ഷേ പിതാവ് പലപ്പോഴും പറയുന്നത്, അങ്ങനെ തെറ്റിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്,
അവരുടെ പ്രത്യേക നേച്ചർ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയതായിരിക്കാം. നമ്മൾ അവരെ മനസ്സിലാക്കണം, സ്നേഹിക്കണം. അവരും സഭയുടെ ദൈവത്തിൻ്റെ മക്കളാണ്. അവർ തള്ളിക്കളയാൻ പാടില്ല. അവരോടും ദൈവം അവരെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഒരു സ്നേഹം, മനുഷ്യോചിതമായൊരു സമീപനം വേണമെന്ന് പിതാവ് എപ്പോഴും പറയുന്നുണ്ട്. അത് അത്തരത്തിലുള്ള ജീവിതക്രമം നടത്തുന്നവർക്കൊരു പ്രോത്സാഹനമല്ല. ഇനി നിങ്ങളങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്നുമല്ല പറയുന്നത്. തെറ്റിൽ ജീവിക്കുന്ന മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. അവരോടും കരുണയോടെ വർത്തിക്കണം. അവരോട് മനുഷ്യത്വം കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന ഒരു ചിന്ത പിതാവ് തൻ്റെ പ്രവൃത്തിയിലൂടെയും തൻ്റെ പ്രബോധനങ്ങളിലൂടെ നൽകാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒത്തിരി വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയ ചില കാര്യങ്ങളാണ്. പക്ഷേ അതിൽ പിതാവിൻ്റെ ആ നല്ല മനസ്സാണ് നമുക്ക് കാണേണ്ടത്. ശരിയായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പിതാവ് ഞാൻ ആരാണ് അവരെ വിധിക്കാനായിട്ട്? അവരെ വിധിക്കേണ്ടത് ദൈവമാണ്. എനിക്ക് വിധിക്കാൻ പറ്റുകയില്ല. അവരുടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളോ മനസ്സിൻ്റെ ഭാവങ്ങളൊക്കെ തമ്പുരാനല്ലേ അറിയത്തുള്ളൂ. ഞാൻ പുറമേ നിന്ന് വിധിക്കുന്നത് ശരിയല്ലല്ലോ. അത് ദൈവം ചെയ്തു കൊള്ളട്ടെ. നമുക്ക് ചെയ്യാവുന്ന സ്നേഹത്തോടും അനുകമ്പയോടും ഒക്കെ അവരോട് ഇടപെടുക എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, പരിശുദ്ധ പിതാവ് ഈ തിരക്കുകളുടെയൊക്കെ ഇടയ്ക്ക് നമുക്ക് ധാരാളം പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. അതിശയിപ്പിക്കും നമ്മളെ. ധാരാളം പ്രബോധനങ്ങൾ ഓരോ സിനഡുകൾ കഴിയുമ്പോൾ പരിശുദ്ധ പിതാവ് ഇറക്കുന്ന അപ്പസ്തോലിക പ്രബോധനങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അമോരിസ് ലെത്തീസിയെ, സ്നേഹത്തിൻ്റെ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ ഗൗദിയും എവഞ്ചേലിയും, സുവിശേഷത്തിൻ്റെ ആനന്ദം, ഇങ്ങനെ അല്ലെങ്കിൽ ചാക്രിലേഖനായ ലൗദാത്തോ സി, ദൈവമേ അങ്ങേക്ക് സ്തുതി, തൂത്തോ ഫ്രത്തേലി തൂത്തി, നാം എല്ലാവരും സഹോദരങ്ങൾ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന ദിലക്സിത്തിനോസ്, അവൻ നമ്മളെ സ്നേഹിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാമാണിക രേഖകൾ ചാക്രിലേഖനും അപ്പസ്തോലിക പ്രബോധനങ്ങളൊക്കെ വളരെ പിതാവിൻ്റേതായൊരു പേഴ്സണൽ ടച്ചോടുകൂടി ഇറങ്ങുന്നുണ്ട് ഓരോ അവസരത്തിലും. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും സഭയെ സ്നേഹിക്കുകയും സഭയെ ദൈവജനത്തെ ഈശോയുടെ അടുപ്പിച്ച് നിർത്താനും പ്രബോധിപ്പിക്കാനുമാണ്. പിന്നെ എനിക്ക് തോന്നിയ അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. പിതാവ് അർജൻറ്റീനയിലെ ബ്യൂനസ് അയേഴ്സിൽ അവിടുത്തെ ബിഷപ്പായിരുന്നല്ലോ. നമുക്കറിയാം, അർജൻറ്റീന, ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളൊക്കെ ഒത്തിരിയേറെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുള്ള നാടാണ്. ഇടതുപക്ഷ ചിന്താഗതികളും ഗവൺമെൻറ്റുള്ളതാണ്. സഭയോട് പലപ്പോഴും എതിർപ്പുകളും പീഡനങ്ങളും ഉണ്ടായിരുന്നു. ധാരാളം പാവപ്പെട്ട മനുഷ്യരുള്ള പ്രദേശങ്ങളാണ്. അവരുടെ ഇടയിൽ നിന്നാണ് പരിശുദ്ധ പിതാവ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പിതാവ് വരുമ്പോൾ തന്നെ ആ പിതാവിൻ്റെ സ്വഭാവം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോട് പ്രകടമായിരുന്നു. പക്ഷേ പിതാവിൽ എപ്പോഴും അങ്ങനെ മുഴച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും നമുക്ക് കാണാവുന്ന പ്രത്യേകത സുവിശേഷവൽക്കരണത്തിന് അദ്ദേഹം കൊടുക്കുന്ന പ്രാധാന്യമാണ്. സുവിശേഷ പ്രഘോഷണം സഭയുടെ ഉത്തരവാദിത്തമാണ്. ഈശോയെ പ്രഘോഷിക്കുക, അത് നമ്മുടെ കടമയാണ്, ഒന്നാമത്തെ കടമയാണ്. അത് നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സിന് മാത്രമല്ല, ആൾക്കാർ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്ന് പലവട്ടം ആവർത്തിച്ച് പറയുന്ന പരിശുദ്ധനെ കാണാം. പിതാവ് ഓരോ രാജ്യം സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ഈശോ രക്ഷകനും നാഥനും കർത്താവുമാണെന്നൊക്കെ ഒരു ജോൺ ബോൾ മാർപ്പാപ്പയെ പോലെ അങ്ങ് ശക്തമായിട്ട് പറയുന്നില്ലെങ്കിലും തൻ്റെ പ്രസംഗങ്ങളിലൂടെ, ഇടപെടലിലൂടെ, പെരുമാറ്റ ശൈലികളിലൂടെ, എല്ലാവരും ഉൾക്കൊള്ളുന്നതിലൂടെ ഈശോയുടെ സ്നേഹവും ഈശോയുടെ കരുണയും ആർത്തിയൊക്കെ വാചാലമായി പ്രഘോഷിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതിലൂടെ എല്ലാം ആ സുവിശേഷ പ്രഘോഷണം പരിശുദ്ധ പിതാവ് പറയുകയുണ്ടായി. നമ്മൾ നിർബന്ധിച്ചല്ല ആരെയും മനസ്സാന്തരപ്പെടുത്തേണ്ടത്, പിന്നെയോ ആകർഷണത്തിലൂടെയാണ്. നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ ഈശോയിലേക്ക് ആകർഷിക്കപ്പെടണം എന്ന ചിന്ത, അതൊരു വലിയ കാഴ്ചപ്പാടാണ്. അപ്പോൾ സഭ എക്കാലവും സുവിശേഷ പ്രഘോഷണത്തിന് പ്രാധാന്യം കൊടുക്കണം. അതിനൊരിക്കലും പുറകോട്ട് പോകരുതെന്ന് എപ്പോഴും പിതാവ് പറയുമ്പോൾ അത് മിഷണറിമാർക്കൊക്കെ ഒത്തിരി പ്രോത്സാഹനമാണ്. മിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അത് പ്രോത്സാഹനം ഓർക്കുക നമ്മൾ. പരിശുദ്ധ പിതാവ് അതുപോലെ തന്നെ മിഷൻ രംഗങ്ങളൊക്കെ ജോലി ചെയ്ത് മരിച്ച അല്ലെങ്കിൽ കൊന്നുകളയപ്പെട്ട മിഷണറിമാരെയൊക്കെ വിശുദ്ധരുടെ പദവിയിലേക്കൊക്കെ ഉയർത്തുമ്പോൾ അതൊരു വലിയ നമുക്ക് 2008 ഭാരതത്തിൽ ഒറീസയിൽ കാൻഡമാനിൽ നമുക്കറിയാം, കാൻഡമാനിലെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുകയുണ്ടായി. 100ഓളം പേർ മരിക്കുകയുണ്ടായി. ഒത്തിരി പേർക്ക് ഭവനം നഷ്ടപ്പെട്ടു. അവർ പലായനം ചെയ്തു പോയി. കുറേ വർഷം കഴിഞ്ഞ് ഇപ്പോൾ അവരൊക്കെ പതുക്കെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ മരിച്ച വ്യക്തികളുടെ ഒരു നാമകരണ നടപടിക്രമങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് പതുക്കെ. അവരാ വിശ്വാസം വേണ്ടി നിലകൊണ്ടതിൻ്റെ പേര് അവരൊക്കെ പുതിയവരായിരുന്നു. വിശ്വാസം വന്നിട്ട് ഒത്തിരി നാളൊന്നും ആയില്ല, പുതിയ ആളുകളായിരുന്നു. പക്ഷേ അവരുടെ നാമകരണ നടപടികളൊക്കെ തുടങ്ങാൻ പരിശുദ്ധ പിതാവ് അനുവദിച്ചപ്പോൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച ആ ആളുകളുടെ ജീവിതത്തെയാണ് പരിശുദ്ധ പിതാവ് ഓർക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാവ് എതിർപ്പുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും യാത്രകൾ പോകുന്നതും ചെല്ലുന്ന സ്ഥലങ്ങളൊക്കെ നാം ഇടപെടാനൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ പിതാവ് 2013 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിന് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലുള്ള ഒരു പിതാവ് ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ തന്നെയാണ് കർദിനാൾമാരെ ബെർഗോളിയെ തിരഞ്ഞെടുത്ത് അദ്ദേഹം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ പരിശുദ്ധ പിതാവ് സഭയെ ഇങ്ങനെ സുരക്ഷിതമായി നയിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ രോഗാവസ്ഥയിലായിരിക്കുന്ന ഫ്രാൻസിസ് പിതാവിന് നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ആരോഗ്യം വീണ്ടെടുത്ത് ഇനിയും തൻ്റെ ജോലികൾ നന്നായി ചെയ്യേണ്ടതാണ്. പത്രത്തിൽ കണ്ടൊന്ന് ടി വിയിൽ കാണാനിടയായി. ഈ രോഗാവസ്ഥയിലായിരിക്കുമ്പോഴും തൻ്റെ സഹപ്രവർത്തകരൊക്കെ ഒരുമിച്ച് നിന്ന് കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും ജോലികളൊക്കെ ചെയ്യുന്ന പരിസ്ഥിതിയാണ് നമ്മൾ കാണുന്നു. ഇറ്റലിക്കാരെപ്പോഴും പറയും വിവ ഇൽ പാപ്പ, പാപ്പ നീണാൽ വാഴട്ടെ. അതാണ് എൻ്റെ അർത്ഥം. നമുക്കും പറയാം പാപ്പ നീണാൽ വാഴട്ടെ. ദൈവം പാപ്പയെ അനുഗ്രഹിക്കട്ടെ. ഒപ്പം നമ്മുടെ ഈ സ്നേഹത്തോടെ പിതാവ്.